എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ചു മുമ്പ് വളരെയധികം വേദന തോന്നുന്ന ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഈ വീഡിയോയുമായിട്ട് വന്നത്. ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് കേൾക്കാനില്ലാത്തൊരു കാര്യമായിരുന്നു ദുരഭിമാനക്കൊല. കേൾക്കാനില്ലായിരുന്നു എന്നല്ല, കേൾക്കാറൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വളരെ അപൂർവമായിട്ടായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതുപോലെ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്കെന്തായാലും ആ വാർത്തയിലേക്കൊന്ന് പോയി വരാം. അതിനുശേഷം എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തെപ്പറ്റി ഞാൻ പറയാം. മകളുടെ ആൺസുഹൃത്തിനെ അച്ഛൻ കുത്തിക്കൊന്നത് ദുരഭിമാനക്കൊലയെന്ന കുടുംബം. പെൺകുട്ടിയുടെ മുന്നിലാണ് അരുണിനെ കുത്തിയതെന്ന് ദൃക്സാക്ഷി വെളിപ്പെടുത്തി. കസ്റ്റഡിയിലുള്ള പ്രതി പ്രസാദിന്റെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. 19 വയസ്സുള്ള അരുണിനെ പെൺസുഹൃത്തിന്റെ അച്ഛൻ പ്രസാദ് കുത്തിക്കൊന്നത് ദുരഭിമാനക്കൊലയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എപ്പോഴും എന്നോട് സംസാരിച്ചപ്പോൾ 2 പ്രാവശ്യം സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, എങ്ങനെ ശരിയാവും, നിങ്ങൾ ക്രിസ്ത്യൻസ് ആണ്, ഞാൻ ഹിന്ദു ആണ്. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയോ മുക്കുവര്. മുക്കുവർക്ക് എന്താണ് കുഴപ്പം? മനുഷ്യരല്ലേ. അരുണും മകളും തമ്മിലുള്ള ബന്ധം പ്രസാദ് എതിർത്തിരുന്നു. പലപ്പോഴും ഇവർ തമ്മിൽ തർക്കവും ഉണ്ടായി. ബന്ധുവീട്ടിലേക്ക് അരുണിനെ വിളിച്ചു വരുത്തിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. സംസാരമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടും തള്ളായപ്പോഴാണ് ഞാൻ അകത്തോട്ട് പോയത്. അകത്തോട്ട് രണ്ടുപേരെയും പിടിച്ച് മാറ്റി നിർത്താൻ നോക്കി. എന്നിട്ട് അയാൾ ചാടി അവരുടെ നേരെ പോകുന്നുണ്ട്. പിടിച്ച് മാറ്റി എന്നെ തള്ളി മാറ്റിയിട്ട് ഇങ്ങനെ നിങ്ങൾ കാര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. സത്യത്തിൽ ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? ആ കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു. അതും വെറും 19 വയസ്സ് മാത്രമല്ലേ ഉള്ളൂ. വളരെ ചെറിയ പ്രായം, എൻ്റെ മകളുടെ പ്രായം. അങ്ങനെ അത്രയും പ്രായം കുറഞ്ഞ ഒരു കൊച്ചു കുഞ്ഞിനെ, ഒരു കുരുന്നിനെ എങ്ങനെയാണ് ഒരാൾക്ക് കൊല്ലാൻ പറ്റുക? അയാളുടെ മകളും കൂടി ചേർന്നല്ലേ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ പെൺകുട്ടിയും അവർ പരസ്പരം ഇഷ്ടമായെങ്കിൽ അവരെ വിവാഹം കഴിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ കൊല്ലുകയാണോ ചെയ്യേണ്ടത്? ആ പെൺകുട്ടിയും അങ്ങനെയാണെങ്കിൽ അതേപോലെ തെറ്റ് ചെയ്തില്ലേ? പരസ്പരം പ്രണയിക്കുന്നത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ആ പെൺകുട്ടി കൂടിയല്ലേ ചെയ്തത്? എന്നിട്ട് എന്ത് ശിക്ഷയാണ് അയാൾ മകൾക്ക് കൊടുത്തത്? ഇതുപോലെയുള്ള മനുഷ്യരെയൊക്കെ എന്തിനാ ഭൂമിയിൽ വെച്ചിരിക്കുന്നതെന്ന് ചില സമയത്ത് തോന്നും. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. ആ പാവം അമ്മയ്ക്ക്, ആ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ടുണ്ടല്ലോ, താങ്ങാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊക്കെ അമ്മമാരാണ്, നമുക്കും ഉണ്ട് മക്കൾ. ഓരോ അമ്മയും നേരം വെളുത്ത് അതിരാവിലെ എഴുന്നേറ്റ്, ഉറക്കം പോലും കളഞ്ഞിട്ട് എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടിയിട്ട് ഉള്ളതൊക്കെ വച്ചുണ്ടാക്കി, സ്കൂളിലത്തേക്കുള്ളത് അങ്ങനെ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് പോകരുത്. നിന്ന പാതി ചില കുട്ടികൾ കഴിക്കില്ല. അത് വെന്ത പാതി വേവാത്ത പാതി അവർക്കെടുത്ത് വാരിക്കൊടുത്തും കോരിക്കൊടുത്തും ഒക്കെ അവരെ പറഞ്ഞു വിടുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാരങ്ങനെയാണ്. കാലത്ത് എൻ്റെ മകളുടെ കാര്യമാണ്. അവളൊന്നും കഴിക്കത്തില്ല, ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അവൾക്ക് ജോലിയൊക്കെ ഉണ്ട്, ചെറിയൊരു ജോലിയുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ശരിക്കും ഭക്ഷണം അവൾ കഴിക്കാത്തത് കൊണ്ട് ഒരു പാത്രത്തിലെടുത്ത് പെട്ടെന്ന് വാരി, അവൾ ഒരുങ്ങുന്ന സമയത്തിന് ഞാൻ ഓരോ ഉരുള വെച്ച് വായിൽ വെച്ചു കൊടുത്താണ് കഴിപ്പിച്ച് പറഞ്ഞു വിടുന്നത്. കാരണം നമ്മുടെ മക്കൾ അവർ വിശന്നിരിക്കുമല്ലോ. അവൾ പറയും, അമ്മ എനിക്കിപ്പോൾ വേണ്ടമ്മ, എനിക്കിപ്പോൾ കഴിക്കണ്ട. ഞാൻ പറയും, മോളെ എന്നാൽ ഇത്തിരിയെങ്കിലും എന്തെങ്കിലും കഴിക്ക്. അവിടെ ചെന്നതിന് ശേഷം നിനക്ക് ജോലി നടക്കുന്നതനുസരിച്ച്, ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലാണ് മോള് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടേ ചിലപ്പോൾ കഴിക്കാൻ പറ്റുള്ളൂ. സമയത്ത് ചിലപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെയാണ് ഓരോ അമ്മമാരും. അത്രയേറെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത്. ഇതുപോലുള്ള ദുഷ്ടതന്തമാരെ എന്ത് ചെയ്യട്ടെ? അയാളുടെ മകളെ പ്രണയിച്ചതാണ് ആ ആൺകുട്ടി ചെയ്ത ഏക തെറ്റ്. അതിൻ്റെ പേരിൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ, ആ കുരുന്നിൻ്റെ ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറക്കാൻ മാത്രം ഈ ദുഷ്ടൻ എങ്ങനെയാണ് തോന്നിയത്? ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി, സഹിക്കാൻ പറ്റാത്തത്ര വിഷമമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ പ്രായമാണല്ലോ ആ കുരുന്നിനെന്ന് ഓർത്തപ്പോഴത്തേക്ക് മനസ്സിൽ നല്ല വിഷമം തോന്നി. ശരിക്കും ഈ ഒരു വാർത്ത ഞാൻ കുറച്ച് മുമ്പാണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത ഞാൻ അറിയുന്നത് തന്നെ. ഇതുപോലുള്ള ദുഷ്ടന്മാരെ ഒന്നും ഒരിക്കലും വെറുതെ വിടരുത്. ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണം. നമ്മുടെ രാജ്യത്തെ ശിക്ഷാ നിയമം ശരിയല്ല. ഞാൻ അങ്ങനെ പറയുള്ളൂ. എന്നെ കൊണ്ടുപോയി തൂക്കി കൊന്നാലും ശരി തന്നെ. അതുകൊണ്ടാണ് കൂടുതൽ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.
ഒരാളെ എത്ര കൊന്നാലും എന്ത് ചെയ്താലും ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കുറേ നാൾ അവിടെ ജയിലിൽ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് തെളിവില്ലെന്നും പറഞ്ഞ് ചിലപ്പോൾ അവരെ തിരിച്ചതുപോലെ അങ്ങ് പറഞ്ഞു വിടും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഈ തെറ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയെ, അതായത് സ്വന്തം അമ്മ തന്നെ 14 വയസ്സുള്ളൊരു മകനെ കഴുത്തിൽ ഷോള് മുറുക്കി കൊന്നു. അതൊരു 7 വർഷമാവുന്നുണ്ട്. ഞാൻ ആ ന്യൂസ് ആ സമയത്തും കണ്ടതാണ്. കൊന്നിട്ട് ആ സ്ത്രീ കലി തീർത്ത് കൊന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ വലിച്ചിഴച്ച് ചപ്പ് കൂട്ടിക്കിടന്ന സ്ഥലത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയാനായിട്ട് നോക്കി. ആളുകൾ ആരും കാണാതെ. ചെയ്തത് സ്വന്തം അമ്മ തന്നെയാണെന്ന് ഓർക്കണം. ആ സമയത്ത് അതിൻ്റെ ന്യൂസുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ആ കുട്ടിയെ കത്തിക്കാൻ നോക്കിയ സ്ഥലത്തുള്ള ആ സംഭവങ്ങളും എല്ലാം എല്ലാ ചാനലുകളിലും ഉണ്ടായിരുന്നു. ആ അവിടെ കൊണ്ടിട്ട് കത്തിച്ചതിൻ്റെയൊക്കെ അടയാളങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാ ചാനലുകളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശിക്ഷ 7 വർഷം വരെ അവരിങ്ങനെ ജയിലിൽ കിടന്നു. ഇപ്പോൾ അവർ ഇറങ്ങിയിരിക്കുകയാണ്. അവർ വെറുതെ വിട്ടു കോടതി. കാര്യം സാക്ഷി പറഞ്ഞവരൊക്കെ കൂറുമാറി, തെളിവില്ല എന്നും പറഞ്ഞിട്ട്. എന്ത് തെളിവാണ് ഇല്ലാത്തത്? സ്വന്തം അമ്മ കുഞ്ഞിനെ കൊന്നു എന്നും പറഞ്ഞിട്ട് അന്ന് ജയിലിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഈ 7 വർഷം വരെ അവരവിടെ കിടന്നിട്ടും അവർക്ക് തെളിവില്ലെന്ന് വെച്ചാൽ എന്താ കഷ്ടം. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ തെറ്റുകളൊക്കെ ഇങ്ങനെ പെരുകി കൊണ്ടേയിരിക്കുന്നത്. ഒരാളെ കൊന്നു കഴിഞ്ഞാലും ഇനി 10 പേരെ കൊന്നു കഴിഞ്ഞാലും അവർ കുറേ കാലം ജയിലിലൊക്കെ പോയി കിടക്കും. കിടന്നിട്ട് കുറേ കഴിയുമ്പോൾ അവരിങ്ങിറങ്ങും. ഒന്നുമില്ല പേടിക്കാൻ. ഇപ്പോൾ ഡെയിലി അമ്മമാർ തന്നെ മക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആ കുഞ്ഞിനെ 19 വയസ്സ് വരെ ആക്കിയെടുക്കാനായിട്ട് ആ അമ്മ എടുത്ത ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു കഷ്ടപ്പാട് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു അമ്മയ്ക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ഒരു കുടുംബത്തിൻ്റെ തന്നെ പ്രതീക്ഷയായിരിക്കണം ആ കുഞ്ഞ്. ആ അച്ഛനും അമ്മയും എത്ര ആശയോടു കൂടിയായിരിക്കണം ആ മോനെ വളർത്തിയിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാവാതെ ആ നാറി, ആ ഒരു നരാധമൻ ആ കുഞ്ഞിൻ്റെ നെഞ്ചത്തേക്ക് കത്തി കുത്തി ഇറക്കിയപ്പോൾ അവൻ്റെ കൈ വിറച്ചില്ലേ? ചോദിക്കുകയാണ് ഞാൻ നിങ്ങളെടുത്ത്. അവൻ്റെ കൈ വിറച്ചില്ലേ? അവൻ്റെ കൈ തല്ലി ഒടിക്കണമായിരുന്നു. അവനെ ജയിലിൽ വിടുന്നെന്നുണ്ടെങ്കിൽ അത് കണ്ട നാട്ടുകാരായാലും പയ്യൻ്റെ ആളുകളായാലും വന്ന് അവൻ്റെ ഒരു കൈയങ്ങ് വെട്ടിയെടുക്കണമായിരുന്നു. ആ വേദന അവനെ അറിയണമായിരുന്നു. നെഞ്ചിൽ കത്തി കുത്തി ഇറക്കി ആ പൊന്നുമോൻ മരിച്ചുപോയി. പക്ഷേ ഒരു കൈയില്ലാത്തതിൻ്റെ വേദന അവൻ നരകിച്ച് തീർക്കണമായിരുന്നു അവൻ്റെ ബാക്കി കാലം മൊത്തം. ഇതെന്തുവാണ്? ഇവിടെ നിന്ന് നേരെ ജയിലിൽ കൊണ്ടുപോയി. ചിലപ്പോൾ അവിടുത്തെ സാറന്മാരെ ഇന്ന് 2 എണ്ണം കിട്ടുമായിരിക്കും അവന്. അത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ജയിലിൽ നിന്ന് 2 എണ്ണം ചെല്ലുന്ന പാടെ അവന് കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ കുറേ ദിവസം വരെ കിട്ടുമായിരിക്കും. അത് കഴിയുമ്പോൾ അവൻ ഫ്രീ ആണ്. അവന് നല്ല ഫുഡുണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ തൊഴിലുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൻ്റെ ക്യാഷും ഉണ്ട്. ഇറങ്ങുന്ന സമയത്ത് കുറേ നാളാവാൻ അവിടെ കിടക്കും. ചിലപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് തെളിവില്ലെന്ന് പറഞ്ഞ് അവനും ഇതുപോലെ ഇറങ്ങി പുറത്തേക്ക് ചാടും. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഈ നാറികൾ മൊത്തം ഇതുപോലെയുള്ള തെറ്റ് ചെയ്യാനായിട്ട് ഇവനൊക്കെ പേടിയില്ലാതാവുന്നത്. ആ അമ്മ എങ്ങനെ സഹിക്കും? അവരെ ആ ഒരു കണ്ണീര് കണ്ടില്ലേ? ജാതി സ്പിരിറ്റാണ് പോലും. എന്ത് ജാതി? അവർ മുക്കുവരായതുകൊണ്ടാണ് പ്രശ്നമൊന്നും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അടി കൊടുക്കേണ്ടത് ആ പെങ്കുച്ചിനല്ലായിരുന്നോ? അവളെന്തിനാ അവനെ പ്രണയിക്കാൻ പോയത്? പയ്യൻ്റെ ജാതി അറിഞ്ഞിട്ടല്ലേ ഈ പെണ്ണ് അവനെ പ്രണയിക്കാൻ പോയത്? സത്യം പറഞ്ഞാൽ പയ്യന് 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ പെൺകുട്ടിക്കും അതുപോലെ പ്രായം കുറഞ്ഞ കുട്ടിയായിരിക്കും. പ്രണയിക്കുന്ന സമയത്ത് പോയി ആരെങ്കിലും ജാതി നോക്കൂടോ? എന്താ ജാതി എന്ന് ചോദിച്ചിട്ടാണോ പ്രണയിക്കുന്നത്? താല്പര്യം ഉണ്ടെങ്കിൽ അതുങ്ങളെ കെട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കണ്ടില്ല എന്ന് നടിക്കുക. അതൊക്കെ പറ്റൂ. ഇപ്പം ഞാൻ എൻ്റെ മകളോടും മകനോടും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ മകളോട് പറയുന്നുണ്ട്, മോളെ മര്യാദയ്ക്ക് പഠിക്കാൻ പോയിട്ട്, പണ്ടേ പറയുന്നൊരു കാര്യമാണ്, മര്യാദയ്ക്ക് വീട്ടിൽ വരിക. എൻ്റെ അനിയത്തിയുടെ മക്കളോടും ഞാൻ പറയും, മക്കളെ മര്യാദയ്ക്ക് പഠിക്കാൻ പോയി മര്യാദയ്ക്ക് വീട്ടിൽ തിരിച്ച് വരിക, ആരെക്കൊണ്ടും മോശപ്പേരൊന്നും പറയിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ മകനോട് ഞാൻ പറയും, മോന് 18 വയസ്സാകുമ്പോഴത്തേ ഉള്ളൂ, മോനെ നല്ല മാന്യമായിട്ടൊക്കെ ജീവിക്കണം, ആരെ കൊണ്ടും ഒരു മോശം പേര് പറയരുത്. നീ വലുതാവുമ്പോൾ നിന്നെ നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് കണ്ടെത്തി വിവാഹം കഴിച്ച് തരും. ഇനി നിനക്ക് അതിനാൻ വെച്ചിട്ട് നിനക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ നീ ആരെയും ഉപദ്രവിക്കാനൊന്നും പോവരുത്.
നീ അമ്മയോട് വന്ന് പറഞ്ഞാൽ മതി, അമ്മ എനിക്കൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ആരെയും ഉപദ്രവിക്കാനോ ആരെയും പീഡിപ്പിക്കാനോ ഒന്നിനും പോവല്ലേ മക്കളെ. എന്നാൽ ചിലരെങ്കിലും നെറ്റി ചൊളിക്കും, നീ ഒരു അമ്മയാണോടി, ഇതൊക്കെയാണോ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പലതും. അല്ലാതിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇന്ന് നമ്മളൊന്നും പറയാതെ തന്നെ അവരെല്ലാം അറിയുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് തന്നെ എല്ലാം അറിയുന്നുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം വേറൊന്നുമല്ല. അവന് ഭാവിയിൽ എന്തെങ്കിലും ഒരു തെറ്റായ വഴിയിൽ പോകണമെന്ന് തോന്നുന്നെങ്കിൽ, ചിലപ്പോൾ പിള്ളേർ ചിന്തിക്കും, പ്രായപൂർത്തിയായി 10, 27, 28, 29, 30 വയസ്സായിട്ട് എന്നെ കെട്ടിക്കോളായിരിക്കും. എന്തെങ്കിലും ഒരു തെറ്റായ രീതിയിൽ ഒരു റോങ് ആയിട്ട് അവരൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ അവർക്ക് തോന്നുകയാണെങ്കിൽ അവർക്കത് തിരിച്ച് ചിന്തിക്കാൻ തോന്നണം. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാലും പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വന്നൊന്ന് പറയാം എന്നൊരു ഇത് അവർക്ക് തോന്നിയാലോ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തെങ്കിലും ആവട്ടെ, അതല്ല ഇവിടെ വിഷയം. ആ നരാധവന് എത്രത്തോളം വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വലിയ ശിക്ഷ കൊടുക്കണം. ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ ആർക്കാണ് അധികാരം? ഇനി ആ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കണ്ണുനീര് എത്ര കാലം കഴിഞ്ഞാലാണ് മാറുന്നത്? ഒരു മരണം നടന്ന ആ മരണ വീട്ടിൽ കുറേ ദിവസത്തേക്കൊക്കെ ആളുകളൊക്കെ ഉണ്ടാവും, സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ. കുറേ കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് പോകും അവിടെ നിന്ന്. അത് കഴിയുമ്പോൾ ആ വീട്ടുകാർക്ക് വെറും ശൂന്യതയായിരിക്കും. ഈ കുഞ്ഞിൻ്റെ ഓർമ്മകൾ, ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു പാത്രം കണ്ടാലും, അതിൻ്റെ ഒരു ഡ്രസ്സ് കണ്ടാലും, അത് ഉപയോഗിച്ചിരിക്കുന്ന എന്ത് സാധനമായാലും, ഒരു പേനയാണെങ്കിൽ പോലും, ആ വീട്ടുകാരുടെ ഇടുന്നതും ചെന്തുമാത്രം തേങ്ങും. ആ അമ്മ എങ്ങനെ സഹിക്കും? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറയുന്നത് ആ മനുഷ്യനെ ജീവിക്കാൻ പോലും അയാൾക്ക് ഒരു അർഹതയില്ല. അയാളെ 2 കൈയും വെട്ടിക്കളയണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഇയാളെ പോലീസുകാർക്ക് കൊടുക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ആ പച്ചയ്ക്ക് ശരീരം അറ്റ് പോകുന്നതിൻ്റെ വേദന അയാൾ അറിയണം. ഞാൻ ഈ പറയുന്നത് കൊണ്ട് എന്നെ ചിലപ്പോൾ ചില സഹോദരങ്ങൾ വന്നിട്ട് തീവ്രവാദിയൊക്കെ ആക്കിയേക്കാം. എന്നാലും കുഴപ്പമില്ല. എങ്ങനെ തോന്നുന്നു? അതും പിഞ്ച് കുഞ്ഞ്, 19 വയസ്സെന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ന് വിവാഹപ്രായം പോലും 21 വയസ്സാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു 19 വയസ്സെന്ന് പറയുമ്പോൾ തീരെ കുഞ്ഞു കൊച്ച്, പിഞ്ച് കുഞ്ഞ്, എൻ്റെ മകളുടെ പ്രായം. അതാണ് എനിക്ക് ഇത്രയും വിഷമം തോന്നുന്നത്. ജയിലിൽ കൊണ്ടുപോയിട്ട് മുട്ട ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ കൊടുത്ത് അയാളെ തടിപ്പിച്ചെടുക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ തെളിവില്ലെന്ന് പറഞ്ഞ് അയാൾ പുറത്തിറങ്ങി നടക്കട്ടെ. ഇതല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലും അതൊക്കെ തന്നെ നടക്കുകയുള്ളൂ, അല്ലാതെ മറ്റൊന്നും നടക്കാൻ പോണില്ല.